ഒരു ചാനൽ തുറക്കാൻ പറ്റുന്നില്ല, ഒരു പത്രം നോക്കാൻ പറ്റുന്നില്ല, സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല, ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റുന്നില്ല, ഓരോ സ്ഥലത്തുനിന്നും ഒരു വിവരം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തൊട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ മുതൽ രാഹുൽ ഈശ്വർ വരെ മത്സരത്തോട് മത്സരം. രാഹുൽ ഈശ്വർ കൊട്ടാരക്കരയാണോ, അപ്പോൾ അവിടെ അഖിൽമാരാർ വരുന്നു. ഉടനെ രാഹുൽ ഈശ്വർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെങ്ങന്നൂര് അല്ലെങ്കിൽ ഞാൻ തിരുവല്ല, ഇങ്ങനെ പിന്നെ അത് ഗാന്ധിയുടെ അതേ പറയുന്ന നല്ല രസമാണ്. പത്രത്തിന് കൊടുത്തിട്ട് ഒരു ചാനലിന് കൊടുത്തതാണ്. ഞാൻ ഏത് പാർട്ടി എന്ന് ഇപ്പൊ പറയൂല, പക്ഷെ ഗാന്ധിയുടെ പാർട്ടിയാണ് എനിക്ക് ഇഷ്ടം. ഞാൻ ഏത് പാർട്ടി എന്ന് ഇപ്പൊ പറയൂല, പക്ഷെ അടുത്ത 100 സീറ്റിൽ അധികാരത്തിൽ വരുന്ന പാർട്ടിയോടാണ് എനിക്ക് ഇഷ്ടം. എടോ, കോൺഗ്രസിലാണ് തനിക്ക് ഇഷ്ടമെന്നങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്നത്? അങ്ങനെ ഒരു വിഷയം. ഇതിന്റെ ഇടയിലാണ് ഉണ്ണി മുകുന്ദൻ, അങ്ങനെ ഒരു മുകുന്ദൻ ഇറങ്ങി ചാടി വരുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ ഇപ്പൊ മത്സരിച്ചേ പറ്റൂ. മാളികപ്പുറത്തിലൊക്കെ അഭിനയിച്ച് ഒരു ഭഗവാന്റെ ലക്ഷണത്തിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പൊ ഉടനെ തന്നെ മേജർ രവി പറയുന്നു, ഞാൻ മത്സരിച്ച് തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ തോറ്റു തരാം, ജയിക്കാനല്ല, അതൊക്കെ തോറ്റ് തുന്നം പാടാനാണ്. ഉടൻ തന്നെ അവിടെ പറയുന്നു അയാൾ നിൽക്കണ്ട, മേജർ രവി നിൽക്കണ്ട, മറ്റൊരു നടനാണ് അവിടെ നിൽക്കേണ്ടത്, ദേവൻ നിൽക്കട്ടെ എന്ന് പറയുന്നു. ദേവൻ, മേജർ രവി, ഈ പറയുന്ന ഉണ്ണി മുകുന്ദൻ, എനിക്ക് വയ്യ, ഈ സകല പേരും ഇപ്പൊ വേഷം കെട്ടിയിരിക്കുകയാണ്. ഇതിനിടയിൽ കൃഷ്ണകുമാർ പാവപ്പെട്ടവന് ഗതികെട്ട പ്രേതം പോലെ വട്ടിയൂർക്കാവാണോ തിരുവനന്തപുരം നോർത്താണോ എന്നറിയാൻ വയ്യ. വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ആദ്യം തിരുവനന്തപുരം നോർത്തിലാണ് മത്സരിച്ചത്, എന്നാൽ അവിടെ തുടർച്ചയായിട്ട് നിൽക്കണ്ടേ, അതിൻ്റെ ഇടയിൽ കൂടി കുറച്ചുകൂടെ സേഫ് സോൺ എന്ന് പറഞ്ഞ് വട്ടിയൂർക്കാവ് ഓടിയപ്പോഴാണ് ഇടിവെട്ടിയനെ പാമ്പ് കടിച്ചതുപോലെ ഇടുത്തി പോലെ ശ്രീലേഖ IPS വന്ന് വീണു. എന്നാൽ ശ്രീലേഖ IPSനെ എങ്ങനെയെങ്കിലും ഒതുക്കിയിട്ട് നിൽക്കാന്ന് പറഞ്ഞ് നിന്നപ്പോൾ കെ സുരേന്ദ്രൻ വരുന്നു. ഒരു കാരണവശാലും ഇനി ഒതുക്കാൻ പറ്റത്തില്ല, വലിയ ആളാണ് വരുന്നത്, വലിയ അണ്ണൻ വരുന്നു. അപ്പോൾ ആകെ കൃഷ്ണകുമാർ ഭ്രാന്തായി, എനിക്ക് തന്നാ മത്സരിക്കാൻ, തന്നില്ലെങ്കിൽ മത്സരിക്കില്ല എന്നൊക്കെ പറഞ്ഞത് കൃഷ്ണകുമാറും പത്രസമ്മേളനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ബൈറ്റ് കൊടുത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും കേരളം. പിന്നെ എന്താണ്, കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ് വേറെ നടൻ ഇറങ്ങിയിട്ടുണ്ട്, രമേഷ് പിഷാരടി ഇറങ്ങിയിട്ടുണ്ട്, പിഷാരടി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇത് വേഷം കെട്ടി സന്ദീപ് വാര്യർ വന്നിട്ടുണ്ട്. സന്ദീപ് വാര്യർ പിന്നെ ഒറ്റപ്പാലത്ത് നിൽക്കുന്നു, അല്ലെ പാലക്കാട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യറുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് ചെങ്ങന്നൂരിലേക്ക് ആളാകുന്നു. പിന്നെ ഓരോ സ്ഥലത്തേക്കും പുതിയ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഫൈമി കാമുകന്മാർ എല്ലാവരും ഇപ്പോൾ BJP ഇപ്പൊ പിടിക്കും സീറ്റുകൾ എന്നുള്ള നിലയിലേക്ക് BJPയിലേക്കും വരെ ഇടിച്ചു കയറ്റാം. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പണ്ട് LDF UDF മാത്രമേ ഇടിച്ചു കയറ്റമുള്ളായിരുന്നു. പ്രത്യേകിച്ച് CPM കോൺഗ്രസിലും മാത്രമേ ഇടിച്ചു കയറും, വേറൊരു പാർട്ടിയിലും ആരും ഇടിച്ചു കയറത്തില്ല. ഇപ്പൊ BJPയിൽ ഇടിച്ചു കയറുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ നിൽക്കാമല്ലോ എന്നുള്ള ഒരു രീതിയിൽ BJPയിൽ ഇടിച്ചു കയറ്റം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വർ, അഖിൽമാരാർ തുടങ്ങി വഴിയെ പോണ എല്ലാവരും സകല പേരും കോൺഗ്രസിന്റെയും CPMന്റെയും പേരിൽ കയറി ഇറങ്ങുകയാണ്. ഇതിനിടയ്ക്ക് 2 വട്ടം ആയവരൊന്നും നോക്കുന്നില്ല, എത്ര വട്ടമായാലും കുഴപ്പമില്ല, നമുക്ക് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ CPM രംഗത്തുണ്ട്. ഇതിനിടയിലാണ് ഞാൻ ഒരു അംഗത്തിന് കൂടി ബാല്യമുണ്ട്, എനിക്ക് 82 വയസ്സായതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ ചടിലമായി ബെറോട്ടയൊക്കെ അടിച്ച് ചിക്കനുമൊക്കെ അടിച്ച് രംഗത്തുണ്ട്. ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ 82 വയസ്സുകാരൻ മുതൽ 16, 18, 21 വയസ്സുകാരൻ വരെയുള്ള സിനിമാ നടന്മാരും നടിമാരും പോറ്റിമാരും സകലവരും ഇറങ്ങുന്ന ഒരു ജഗപൊക തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇടിയുള്ളത് കോൺഗ്രസിലേക്കാണ്. അതിലേക്കാണ് രാഹുൽ ഈശ്വർ പിടിച്ചിട്ടുള്ളത്. അഖിൽമാരാർ കൊട്ടാരക്കര നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇടിച്ചു നിൽക്കുന്നു. രമേഷ് പിഷാരടി, ചുരുക്കത്തിൽ കോൺഗ്രസിന് വേണ്ടി വെള്ളം കോരിയ പാവപ്പെട്ട കുറെ ആളുകൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ല. യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഓട്ടം തുടങ്ങി, അവർ പനിയടിച്ച് ആശുപത്രിയിലേക്ക് കയറിയിട്ടുണ്ട്.